അതിനുശേഷം നമ്മുടെ സീയും കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുമ്പോഴാണ് ആരോ ഒരാള് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലീ ആണ്. ഇത് കണ്ടോടെ അവളും ദേഷ്യപ്പെട്ട്, എടാ നീ എന്തോടെ ഇവിടെ ചെയ്യുന്ന, മര്യാദയ്ക്ക് നീ പുറത്തിറങ്ങിയ എന്നിന് അവള് പറയുമ്പം ഇത് കേട്ട് അവനും കളിയാക്കിയ രീതിയിൽ, ഓ സി എന്തായാലും ഇനി ഗോ ഇവിടെ വരാൻ പോകുന്നില്ല, ഇനി നിന്നെ ആര് രക്ഷിക്കും ഞാൻ നോക്കട്ടെ. ഇപ്പൊ കമാൻഡർ പറഞ്ഞ് ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളാം, എന്തായാലും ഗോ ഇല്ലല്ലോ, ഇനി നമ്മളാണ് റൂംമേറ്റ്സ് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടോടെ സീയും ദേഷ്യപ്പെട്ട്, എന്തുവാ നമ്മൾ റൂംമേറ്റ്സോ, ആദ്യം നീ പുറത്തുപോയ എന്നിന് അവളും കുറെ പറഞ്ഞു നോക്കും. പക്ഷെ ഇതൊന്നും ആ ലീ കേൾക്കാതെ അവൻ അവിടെ തന്നെ ഇരിക്കും. ഇതുകൊണ്ട് നമ്മുടെ സി വേറെ വഴിയില്ലാതെ അന്ന് രാത്രി ഫുള്ളും തണുപ്പത്ത് പുറത്ത് ചെന്നിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവെല്ലാം പ്രാക്ടീസിന് പോകുമ്പോഴാണ് നമ്മുടെ സോങ് സിയെ കണ്ടിട്ട്, എടാ ഇന്നലെ രാത്രി ഇന്ന് ഉറങ്ങിയില്ല, നിന്നെ കണ്ടിട്ട് ടയർഡാന്ന് തോന്നുന്നില്ല എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് നമ്മുടെ സി ഇന്നലെ ഉറങ്ങാത്തോണ്ട് അവളും പെട്ടെന്ന് ബോധമില്ലായി വീഴുന്നത്. ഇത് കണ്ടതോടെ കമാൻഡർ പെട്ടെന്ന് സിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഷെന്നിനോട് പറയും. അതിനുശേഷം ഷെന്നും അവിടെ ഉള്ള ക്ലിനിക്ക് ആക്കിയിട്ട് അവന് ഡോക്ടറിനെ വിളിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഫിറ്റായ കമാൻഡറും സിക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് നോക്കും. അപ്പോഴാണ് നമ്മുടെ കമാൻഡറിന് മനസ്സിലാവുന്നത് ഇവളൊരു പെണ്ണാന്ന്. പെട്ടെന്ന് ഡ്രസ്സെല്ലാം തിരിച്ചിട്ടിട്ട് നമ്മുടെ കമാൻഡർ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഷെൻ അകത്തേക്ക് ഇരുന്നിട്ട്, കമാൻഡർ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ വേണം സിയെ നോക്കിക്കോളാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് കമാൻഡറും, ആ കുഴപ്പമില്ല നീ പോയി പ്രാക്ടീസ് ചെയ്തോ, സിയെ ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്നിന് അവൾക്ക് കഴിക്കാൻ മരുന്നായിട്ട് നമ്മുടെ കമാൻഡർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ സമയം ശേഷം നമ്മുടെ സിയും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് കമാൻഡർ കണ്ടതോടെ പെട്ടെന്ന് അവൾ പേടിച്ചങ്ങ് മാറും. അപ്പോഴാണ് കമാൻഡറും, ഓ സി നീ എന്തിനാ വെറുതെ പേടിച്ചു മാറുന്നത്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാണ് ഈ മിലിറ്ററി അക്കാഡമി ചേർന്ന് എന്നിനെ കമാൻഡർ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും, ഓതോ കമാൻഡർ ഞാൻ വീട്ടിൽ ചുമ്മാ കുത്തിരിക്കുന്നുണ്ട്, എന്റെ അമ്മ പറഞ്ഞയച്ച അല്ലാതെ വേറൊന്നില്ല എന്നിന് അവളും പറയും. അപ്പൊ ഇത് കേട്ട് കമാൻഡർ വിശ്വസിക്കാതെ, സി നിനക്ക് പേഴ്സണലായിട്ട് വല്ല റീസൺ ഉണ്ടോ എന്നിനെ സത്യം അറിയാൻ വേണ്ടി നമ്മൾ കമാൻഡർ ചോദിക്കുമ്പോൾ അവൾ സത്യമൊന്നും പറയാതെ, ഇല്ല കമാൻഡർ ഞാൻ വീട്ടിൽ ചുമ്മാ കുത്തിരിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞയച്ച, എങ്കിൽ ശരി ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യാം, ബൈ ബൈ എന്നിന് അവൾ പറയുമ്പോൾ കമാൻഡർ പറഞ്ഞിട്ട്, ഇല്ല നീ ആദ്യം റെസ്റ്റ് എടുക്ക്, നാളെ പ്രാക്ടീസിന് പോയാൽ മതി എന്നിന് അവളെ തിരിച്ച് റൂമിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് നമ്മുടെ സിയും അകത്തേക്ക് കയറി വരുമ്പോൾ ലീ അവളറിയാതെ അവളുടെ ഡ്രോയറിലെങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ സി ഒരു പെണ്ണാന്ന് അവന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എവിഡൻസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സി തണ്ട് ദേഷ്യപ്പെട്ട്, എടാ നീ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് എന്തോ ചെയ്യുന്നറാ, നിനക്ക് നാണമാനൊന്നുമില്ല ഇങ്ങനെ അടുത്തുള്ള സാധനമൊക്കെ എടുക്കാൻ എന്നിന് അവള് ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കേട്ട അവനും, ഓ അതിനിപ്പോ എന്തോ സി, എന്റെ പണ്ടത്തെ ഒരു ഷർട്ട് മിസ്സായി പോയി, അത് ഞാൻ മറന്നിനി നിന്റെ ഡ്രസ്സിന്റെ അകത്ത് വെച്ചോന്നൊരു ഡൗട്ട്, അതാ ഞാൻ ചെക്ക് ചെയ്തൊക്കെ, പക്ഷെ നീ പേടിക്കുന്നുണ്ടാ, നീ എന്തോ ഒരു സീക്രറ്റ് കീപ്പ് ചെയ്യുന്നെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ അവളായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ സിയും ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ക്യാൻറ്റീനിൽ വെച്ച് അവന്മാരെല്ലാം പറഞ്ഞോണ്ടിരിക്കും, എടാ ആരേലൊക്കെ ആ കൊരങ്ങനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോ, അവന്റെ റൂമിൽ നിന്ന് പോകുന്നില്ല എന്നിന് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജിന്നും, ഗായ്സ് നിങ്ങൾ ആരേലൊക്കെ അറിഞ്ഞായിരുന്നോ നമ്മുടെ മിലിറ്ററി സ്കൂളിൽ ഒരു പെണ്ണുണ്ടെന്ന് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും പെട്ടെന്ന് ഷോക്കാണത്. അപ്പോഴാണ് ഇത് കേട്ടിട്ട് സോങ്ങും, എടാ ജിൻ അതെങ്ങനെയാണ് ഒരു പെണ്ണ് നമ്മുടെ മിലിറ്ററി സ്കൂളിൽ ചേരുന്നത്, നിനക്ക് ബുദ്ധിയില്ല, നമ്മളെല്ലാരും ഒരുമിച്ച് പബ്ലിക് ബാത്റൂമിലാണ് കുളിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞാണല്ലേ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ജിന്നും, ആ അതും ശരിയാടാ, എന്നാലും ഇത് ഞാൻ ചുമ്മാ കേട്ടേ ഉള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല സത്യം, നീ അത് എന്നെ ഒന്ന് വിട്ട എന്നിന് അവനും പറയും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സോങ്ങും, വെയിറ്റ് പബ്ലിക് ബാത്റൂമിൽ ഞാൻ കുളിച്ചിട്ടുണ്ട് നീ കുളിച്ചിട്ടുണ്ട്, പക്ഷെ സി കുളിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ എന്നിന് അവൻ തന്നെ സിയെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ എന്താ പറയാന്നറിയാതെ, ആരും പറഞ്ഞു ഞാൻ കുളിച്ചിട്ടില്ലെന്ന്, എടാ സോങ് നീയല്ല അന്നൊരു ദിവസം വെള്ളമെന്ന് പറഞ്ഞ എന്നെ പബ്ലിക് ബാത്റൂമിൽ കുളിക്കാൻ പറഞ്ഞ, അന്ന് എന്റെ കൂടെ ഷെന്നും ഉണ്ടായിരുന്നു, വേണം അവനോട് ചോദിച്ചു നോക്ക് എന്നിന് അവനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് കേട്ട് ഷെന്നും, ആണാണ് ഞങ്ങൾ ഒരുമിച്ച് കുളിച്ചിട്ടുണ്ട് എന്നിന് അവനും പറഞ്ഞോടെ നമ്മുടെ സി എങ്ങനെയൊക്കെ രക്ഷപ്പെടും. അതേസമയം ഇപ്പൊ നമ്മുടെ ഗൂനെ കാണിക്കുവാണ്. ഇനി ഒരു സെക്കൻഡ് വീട്ടിൽ ഇരുന്ന അവന് പ്രാന്ത് പിടിക്കുന്ന പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് താഴെ ഇരുന്നോണ്ട് അവന്റെ അച്ഛന്റെ ഗാർഡ്സ് എല്ലാം ലൈറ്റ് അടിച്ചോണ്ട്, ഗൂസാർ എവിടെയൊക്കെ രാത്രി എന്നിന് അവരിലെങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവനും താഴെ നോക്കിയിട്ട്, ഓ നിങ്ങളാരും ഉറങ്ങില്ലായിരുന്നോ, ഞാൻ ചുമ്മാ വാൾക്കിങ്ങിന് ഇറങ്ങിയതാ, നിങ്ങളിത് കണ്ടിട്ടില്ല, ഇതൊരു പുതിയ ടൈപ്പ് വാൾക്കിങ്ങാ, വരുന്നോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നിന് അവനും ചോദിക്കും. ഇത് കേട്ട് അവരും, ആ ഞങ്ങൾക്കറിയാം സാർ ഈ വാൾക്കിംഗ് ഒക്കെ, അതുകൊണ്ട് ആദ്യം സാർ റൂമിൽ ചെന്ന് കിടക്ക് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് മേളി വരും എന്നിന് അവനെ പേടിപ്പിച്ച് അകത്ത് പറഞ്ഞേക്കും. നമ്മുടെ ഗു ഇവിടെ എസ്കേപ്പ് ആകാൻ കാരണം അവന്റെ അച്ഛൻ അവന് കല്യാണം തീരുമാനിച്ചേക്കുവാണ്, അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഗു പ്ലാൻ ചെയ്തത്. പക്ഷെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സോങ് ന്യൂസ് പേപ്പർ എടുത്തോണ്ട് സിയുടെ റൂമിൽ കയറിയിട്ട്, എടാ സി നീ ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ ഗുവിന് കല്യാണം ഫിക്സ് ചെയ്ത് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും, അതിനിപ്പോ എനിക്കെന്താ വേണം, രാവിലെ തന്നെ നീ അവനെ കുറിച്ച് എന്നോട് എന്തിനാ പറയുന്നത് എന്നിന് അവളൊരു ചെറിയ ജലസി ദേഷ്യപ്പെടും. അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാറും ഭ്രാന്ത് പിടിച്ച പോലെ അവർ റൂമിൽ നിന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതേ കണ്ടിട്ട് താഴെ അവളുടെ സ്റ്റെപ്പ് മദറും അവളുടെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കും. എന്തായാലും നമ്മുടെ മോൾക്ക് ആ ഗൂന് ഇഷ്ടമല്ല, ഇപ്പൊ അവന് കല്യാണം നടക്കുന്ന കാര്യം അറിഞ്ഞ ഉടനെ അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത്, അതാ വിഷമത്തി മേളിൽ നിന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് അവളെ പുറത്തുവിടാൻ അനുവദിക്കാവോ എന്നിന് അച്ഛനോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അച്ഛനും, ഓ നീ അവളെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട, അവൾ ആ ഗൂഢ കല്യാണം നിർത്തണമെന്ന് പ്ലാൻ ചെയ്താൽ അവളത് എങ്ങനെയൊക്കെ സാധിക്കും എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് സ്റ്റെപ്പ് മദറും, ആ അതിനാ ഞാൻ പറയുന്നത്, നിങ്ങൾ ബോഡി ഗാർഡ്സിനെ വെച്ച് അവളിങ്ങനെ അടച്ചിട്ട പിന്നെ എങ്ങനെ അവൾ പുറത്തുപോയി ഗൂഢകല്യാണം നിർത്തും എന്നിന് അമ്മയും ചോദിച്ചോടെ ഇത് കേട്ട അച്ഛനും ആ ബോഡി ഗാർഡ്സ് എല്ലാം തിരിച്ച് പറഞ്ഞേക്കും. അപ്പോഴാണ് ഇതൊക്കെ മേളിലിരുന്ന് കേട്ടോണ്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ സന്തോഷപ്പെടുന്നത്. കാരണം ഇങ്ങനത്തെ കോക്കൃത്തനെ കാണിച്ച അവളുടെ സ്റ്റെപ്പ്
മദർ അവളെ കുറിച്ച് ഓർത്ത് ഫീലായി അച്ഛനോട് സംസാരിക്കുന്നറിയാം. അങ്ങനെ കറക്റ്റ് ആ പ്ലാൻ സക്സസ് ആയതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ അവിടെ നിന്ന് ചാടി ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് അവരും ടിക്കറ്റ് എല്ലാം ഫുള്ളായെന്ന് പറയും. ഇത് കേട്ടതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ ഇതൊക്കെ ദൂരെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഷെന്നിന് ചേട്ടനും അവന്റെ സെക്രട്ടറിയോട് പറയും, സെക്രട്ടറി എന്റെ ലേഡിക്ക് റെയിൽവേ സ്റ്റേഷന് ടിക്കറ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾക്കൊരു ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക, എന്നാലേ അവളുടെ പൈസ സന്തോഷം വരുത്തുള്ളൂ. എന്നിന് ഷെന്നിന് ചേട്ടനും പറയുമ്പോഴാണ് ഇത് കേട്ട് സെക്രട്ടറിയും, ബോസ് നിങ്ങൾ എന്തോ പറയുന്നത്, അവള് ടിക്കറ്റ് വാങ്ങിച്ച് കാണാൻ പോകുന്നത് ഗൂനെയാ, കാരണം ഗൂടെ കല്യാണം നടക്കാൻ പോകുന്ന അറിഞ്ഞ ഉടനെ അവളെ തടയാൻ പോവാ, അതിനർത്ഥം അവൾക്ക് ഗൂന് ഇഷ്ടമെന്നില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇതിനൊക്കെ സഹായിക്കുന്നത്. എന്നിന് അവനും ദേഷ്യപ്പെടുമ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷെന്നിനും ചേട്ടനും, എടാ അവള് കൊച്ചു കൊച്ചൊന്നുമല്ല, അവൾക്കൊരു മനസ്സുണ്ട്, എന്തായാലും അവൾക്ക് ഇഷ്ടം ഗൂനാണെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യും, കാരണം യഥാർത്ഥത്തിലോ ഇതാ, എന്തായാലും അവൾക്കൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് ഗൂഡ പ്ലേസിലേക്ക് പറഞ്ഞേച്ചേക്ക്, എനിക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് സൂപ്പർ സ്റ്റാറിന്റെ കൂടെ പോകാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നമ്മുടെ ആൾക്കാരനെ എപ്പോഴും അവളെ സുരക്ഷിതമായിട്ട് നോക്കാൻ പറ, വല്ല അർജന്റായിട്ടല്ല സംഭവിച്ചാൽ ഞാൻ എന്ത് മീറ്റിംഗിലാണെങ്കിലും നീ എന്നോട് പെട്ടെന്ന് വിളിച്ചു പറയണം എന്നീനെ നമ്മുടെ ഷെന്നിനും ചേട്ടനും പറയും. അതേസമയം തന്നെ നമ്മുടെ മിലിറ്ററി അക്കാഡമി ഓരോരുത്തരും തമ്മിൽ അടിയുണ്ടാക്കാൻ പറഞ്ഞാണ്. അപ്പോഴാണ് അതേസമയം നമ്മുടെ ഷെന്നും സോങ് കൂടെ അടിയുണ്ടാക്കുമ്പോൾ ലീയും സിയോടും ചോദിച്ചോണ്ടിരിക്കും, എടാ സി നമ്മുടെ ഗൂന് കല്യാണം എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലേ, അപ്പൊ ഒരു കൂട്ടുകാരനായിട്ട് അവൻ നിന്നെ വിളിക്കത്തില്ലേ, നീ പോന്നോ കല്യാണത്തിന്, പോന്ന എന്നെയും വിളിക്കണേ എന്നിന് അവനും കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് സീൻ ദേഷ്യപ്പെട്ട്, എടാ കൊരങ്ങാ നിനക്ക് എന്തോടെ പ്രശ്നം, വന്നപ്പോ തൊട്ടേ നീ എന്നായിട്ട് ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നിന് അവൾ ചൂടായതോടെ ഈ സൗണ്ട് കേട്ട് എല്ലാരും നമ്മുടെ സിയെ ചുറ്റി നോക്കും. അപ്പോഴാണ് കമാൻഡർ പെട്ടെന്ന്, ഗായ്സ് സോങ്ങും ഷെന്നെ അടി ഉണ്ടാക്കിയത് നമ്മുടെ ഷെൻ ജയിച്ച്, ഇനി അടുത്ത ആരും അടി ഉണ്ടാക്കാൻ പോന്നെ എന്നിന് കമാൻഡർ ചോദിച്ചോടെ നമ്മുടെ സി പെട്ടെന്ന് ചാടി എന്നിട്ട്, കമാൻഡർ അടുത്ത് ഞാൻ അടി ഉണ്ടാക്കാം, എന്റെ കൂടെ മത്സരത്തിന് ഞാൻ ലീയെ വിളിക്കാം എന്നിന് അവനെ വിളിച്ച് ഗ്രൗണ്ടിലാക്കി. അവൻ പറഞ്ഞ എല്ലാത്തിനും നമ്മുടെ സി അവനെ വച്ചങ്ങ് അടിക്കും. അതോടെ അവസാനം നമ്മുടെ ലീയും പേടിച്ച് അവളുടെ അടുത്തേക്ക് പോകാതെ ദൂരെ ചെന്നങ്ങിരിക്കും. ഇപ്പൊ അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗൂവിനെ കാണാൻ വരുന്ന കാര്യം അവ അറിയും. അതോടെ നമ്മുടെ ഗു ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്യും, കാരണം അവൻ ഈ കല്യാണം നടക്കേണ്ടതാണ് ആഗ്രഹം. അങ്ങനെ സൂപ്പർ സ്റ്റാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗു ഫ്ലവർസ് കൊടുത്ത് അവളെ വെൽക്കം ചെയ്യും. ഇത് കണ്ടതോടെ മീഡിയക്കാരെല്ലാം ചുറ്റിക്കറങ്ങി, ഓ ഇവിടെ എന്തോ നടക്കുന്നത്, കല്യാണം വേറെ ഭാഗത്തും റൊമാൻസ് ഇവിടെയും എന്നിന് ഓരോ ഹെഡ്ലൈനൊക്കെ വരാൻ വേണ്ടി ഇവരുടെ ഒരു പക്ക ആക്ടിങ് ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗു മാത്രമല്ല ഇവിടെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സൂപ്പർ സ്റ്റാറിന് സത്യത്തിൽ ഗുവിന് ഇഷ്ടമാണ്. അതിനുശേഷം നമ്മുടെ ഗുവും കല്യാണം നിർത്താൻ വേണ്ടി നേരിട്ട് സൂപ്പർ സ്റ്റാറിനെ വിളിച്ചോണ്ട് കാണാൻ പോകുന്നത് അവന്റെ കല്യാണ പെണ്ണിനെയാണ്, ഇവളുടെ പേര് ടോങ്. അങ്ങനെ സൂപ്പർ സ്റ്റാറിനെ വിളിച്ചോണ്ടിട്ട് നമ്മുടെ ഗുവും പരിചയപ്പെടുത്തും, മിസ് ടോങ് ഇതാണ് ലേഡി സൂപ്പർ സ്റ്റാർ, ആള് വേൾഡ് ലെവൽ ഫേമസ് എന്നിന് അവനും പരിചയപ്പെടുത്തുമ്പം ഇത് കേട്ട് അവളും നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കളിയാക്കിയ രീതിയിൽ, ആ ഇതാണല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ ക്യൂമാൻഡിൻ, എപ്പോഴും ക്ലബിലൊക്കെ ചെന്ന് ഓരോ കോക്കൃത്തനം കാണിച്ച് ഫിറ്റായി കിടക്കുന്ന ആള് എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും, ഓ അപ്പൊ നീ ബാറിലൊന്നും പോയി കുടിക്കത്തില്ലേ, അയ്യോ എടാ ഗു നീ പറഞ്ഞില്ലേ നീ ഫുള്ളും ഫിറ്റ് ആണെന്ന്, എടി മോളെ നീ നോക്കിക്കോ, ഞങ്ങൾ രണ്ടുപേരും നിന്നോട് സംസാരിച്ചിട്ട് പോകാൻ പോകുന്ന ബാറിലേക്ക് വേണേ 3 കുപ്പി എടുത്ത് വെച്ചേക്കാം വന്നടിച്ചിട്ടോ എന്നിന് അവളിട്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട്, എന്തുവാ ബാറിലൊക്കെ പോയി കുടിക്കുന്നോ, നിങ്ങക്ക് നാണമാനൊന്നുമില്ല ഇങ്ങനെ കുടിക്കാൻ എന്നിന് അവളും ഡീസന്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് സൂപ്പർ സ്റ്റാറും, ഓ അവളുടെ ഷോ, പിന്നെ ബാറിൽ ചെന്ന് കുടിക്കാതെ നിന്റെ വീട്ടിൽ ചെന്ന് കുടിക്കണം എന്നിന് ഇവരെന്നെ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫാൻ എന്നിട്ട് അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട് പോകും. ഇത് കണ്ടതോടെ മറ്റേ പെണ്ണ് ഷോക്കായിട്ട്, ഓ ഞാൻ വിചാരിച്ചു നിങ്ങൾ സിംഗറാണ്, പക്ഷെ ഒരു സിനിമ ആക്ട്രസും കൂടെ ആണോ എന്നിന് അവൾ ചോദിക്കുമ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ വീണ്ടും, എടഗു ഇവൾക്കൊന്നും അറിയത്തില്ലേ, പിന്നെ അങ്ങനെ എനിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പേര് വന്ന് എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട് ഗു ഓവർ ആക്ട് ചെയ്യാൻ തുടങ്ങും, ഓ മൈ ലേഡി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഇത്രയും കഷ്ടപ്പെടണമെന്ന്, നീ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എന്റെ മനസ്സ് കഷ്ടപ്പെടുന്നു ഇവിടെ എന്നിന് ഇവ രണ്ടുപേരും കൂടെ ആ ടോങ്ങിനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, കാരണം എങ്ങനെയൊക്കെ കല്യാണം നിർത്തണം എന്നാണ് രണ്ടുപേരുടെ പ്ലാനും. അതേസമയം മിലിറ്ററി അക്കാഡമിയിൽ നമ്മുടെ കമാൻഡർ സീഷൻ സോങ് ജിന്നിനെ മാത്രം ഒരു ജോലി ഏൽപ്പിക്കും. അങ്ങനെ ഇതിനു വേണ്ടി ഇവർ 4 കൂടെ പുറത്തു ചെല്ലുമ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ കാറ് ഡാമേജ് ആയി പോകുന്നത്. അതിനുശേഷം നമ്മുടെ സിയും അവരും വേറെ വഴിയില്ലാതെ തിരിച്ച് ട്രെയിനിൽ പോകാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ഇവരും ട്രെയിനിൽ പോകുന്ന സമയത്താണ് ജപ്പാൻകാർ ആ ട്രെയിനിൽ നിന്ന് ഒരു റോയൽ സീൽ മോഷ്ടിച്ചോണ്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കും. അതായത് പണ്ടത്തെ കാലത്ത് ഒരു സീൽ കട്ടോണ്ട് പോകാൻ വേണ്ടി ജപ്പാൻകാർ ഈ ട്രെയിനകത്ത് കാണും. അതേപോലെ തന്നെ ആ ജപ്പാൻകാരുടെ കൈ കിട്ടാതിരിക്കാൻ വേണ്ടി മിസ് ഹൂ എന്ന് പറഞ്ഞ ഒരാളുടെ ടീം ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ജപ്പാൻ ആ റോയൽ സീൽ പോകാതിരിക്കാൻ വേണ്ടി ഈ 2 ടീംസ് തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ ട്രെയിൻ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ആ മിസ് ഹൂവിന്റെ ടീമിൽ നിന്ന് ഒരാളും പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ സിയോട് വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിൽ നിന്ന് അങ്ങ് ചാടിപ്പോവും. അങ്ങനെ ഇവൻ എന്തിനാ നമ്മുടെ സിയോട് സംസാരിച്ചെന്നറിയാതെ ഇവരും കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജപ്പാൻകാരെല്ലാം ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സോങ്ങും ജിന്നും വേറെ ഭാഗത്തും ഇവർ രണ്ടും കൂടെ വേറെ ഭാഗത്തായി പോകും. അങ്ങനെ ട്രെയിനിൽ നിർത്തി അതിന് എസ്കേപ്പായി നമ്മുടെ സിയും ഷെന്നും കൂടെ ആ ജപ്പാൻകാരിൽ അടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാതെ നമ്മുടെ ഷെന്നും ഒരു കുഴിക്കകത്ത് വീഴുന്നത്. ഇതും കണ്ട് നമ്മുടെ സിയും അവന്റെ കൈ പിടിച്ച് പൊക്കാൻ നോക്കുമ്പോൾ അവളും തന്നെ അടിച്ച് ആ കുഴിക്കകത്ത് അങ്ങ് വീഴും. ഇത് കണ്ടോടെ ഷെന്നും, സി നിനക്ക് എന്റെ കൈ വിട്ടൂടായിരുന്നു, അങ്ങനെയാണ് നീ 6 രൂപയ്ക്ക് സഹായം വെച്ച് എന്നെ രക്ഷിച്ചാനല്ല എന്നിന് ഇവർ രണ്ടുപേരും കൂടെ ആ കുഴിക്കകത്ത് അകപ്പെടും. അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗുവും കൂടെ ആ ടോങ്ങിനെ വെറുപ്പിക്കാൻ പറ്റുന്ന അത്ര വെറുപ്പിച്ച്
വെച്ചിട്ട് ഇവരും തിരിച്ച് വീട് നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ സൂപ്പർ സ്റ്റാറും പോകാതെ അവന്റെ പുറം നിന്നിട്ട് നമ്മുടെ ഗുവും മതി ഇനിയിപ്പോ നീ വീട്ടിൽ പോയിക്കോ, നമുക്കിനി നാളെ ആക്ട് ചെയ്യാം. എന്തായാലും ഒരു ഫ്രണ്ടായിട്ട് നീ എന്നെ കുറെ ഹെൽപ്പ് ചെയ്ത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ഫ്രണ്ടോ എന്നിന് നമ്മുടെ ഗുവിനെ നോക്കി ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോവും. പക്ഷെ നമ്മുടെ ഗുവിന് മനസ്സിലായി നമ്മുടെ സൂപ്പർ സ്റ്റാറിന് അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് അവനും വീട്ടിൽ ചെന്നിട്ട് നീയൊക്കെ ഒരു ആണാണോടാ, എന്തിനാ വെറുതെ ഇത്രയും സൗന്ദര്യം, ഇത് കാരണമല്ലേ എല്ലാരും നിന്റെ പുറം നടക്കുന്നത് എന്നിനെ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ഫീൽ ചെയ്യാതെ അവനെ സ്വയം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ തിരിച്ച് മിലിറ്ററി സ്കൂളിൽ പോകാതെ നമ്മൾ സി ഷെന്നും കൂടെ ആ കുഴിക്കകത്ത് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ സി തണുക്കുന്നിട്ട് ഷെൻ അവന്റെ കോട്ടൂര് കൊടുക്കുന്നത്. എന്നിട്ട് അവനും പറയും സി നീ ഒന്നും പേടിക്കണ്ട, ഇതൊരു സാധാരണ കുഴിയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ഇതൊരു ഹണ്ടർ ചെയ്ത പണിയാണ്, അതുകൊണ്ട് രാവിലെ വല്ല മൃഗങ്ങൾ ഇതിനകത്ത് കടക്കൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ വരും, അപ്പൊ നമുക്ക് രക്ഷപ്പെടാം എന്നിന് അവളെ സമാനപ്പെടുത്തിട്ട് ഇവരുടെ അന്ന് രാത്രി അവിടെ തന്നെ കടന്നുറങ്ങും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ ഷെൻ പറഞ്ഞ പോലെ ആ ഹണ്ടർ വന്ന് നോക്കിയിട്ട് ഇതാര് ഭാര്യയും ഭർത്താവോ ക്യൂട്ട് കപ്പിൾസ് ആണല്ലേ എന്നിന് അയാളെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ സീത് കേട്ടിട്ട് ഇയാൾക്ക് കാഴ്ച ഒന്നുമില്ല, ഞാനൊരാണാ, ഭാര്യയും ഭർത്താവോ എന്നിന് അയാളോട് സംസാരിച്ചിട്ട് അവസാനം ഹണ്ടർ ഇവരെ രക്ഷിച്ച് തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതേസമയം അയാളുടെ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, പക്ഷെ അവൾ അധികം ആരോട് സംസാരിക്കത്തില്ല. അങ്ങനെ ഹണ്ടറും ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് പുറത്ത് ചെന്ന് എടുക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സി ആ പെൺകുട്ടിയുടെ മുടിയൊക്കെ നല്ലോണം ചീപ്പി കൊടുക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഷെന്നി ഷോക്കായി സി നിനക്കെങ്ങനെ അറിയാം പെൺപിള്ളേരുടെ മുടിയൊക്കെ നല്ലോണം ചീപ്പാൻ എന്നിന് അവനും ചോദിക്കുമ്പോൾ നമ്മുടെ സിയും പെട്ടെന്ന് അതൊന്നുമല്ല, എനിക്കൊരു അനീതി ഉണ്ടല്ലോ, അവളുടെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ പിന്നി കൊടുക്കും അതാ എന്നിന് അവൾ പറഞ്ഞാലും നമ്മുടെ ഷെന്നിന് ചെറിയ ഡൗട്ട് കാണും. അതിനുശേഷം ഹണ്ടറും ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കുമ്പോഴാണ് ആ പെൺകൊച്ചു മാത്രം കഴിക്കാതിരിക്കുന്നത്. ഇത് കണ്ട് സിയും ആ കൊച്ചിന്റെ തലയെ തടവിട്ട് മോളെ ഇന്നാ കഴിക്കി എന്നിന് അവള് വാരി കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട ആ ഹണ്ടർ ഷോക്കായി എന്തുവാ എന്റെ മോള് നിന്നെ തൊടാൻ സമ്മതിക്കുന്നു, അതിന് ചാൻസ് ഇല്ലല്ലേ, സാധാരണ ഇവള് ആമ്പായന്മാരെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല, പിന്നെങ്ങനെ എന്നിന് അദ്ദേഹം ഷോക്കാകുമ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഷെന്നിന് ഡബിൾ ഷോക്കാകുന്നത്. കാരണം വീണ്ടും നമ്മുടെ ഷെന്നിന് ഡൗട്ട് അടിച്ച് അതിനുശേഷം അന്ന് രാത്രി ഇവർ കിടക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സിയും ഷെന്നിന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നുണ്ട്. അവൾ ചെറുതായിട്ട് നെർവസ് ആയിട്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ടവനും സി നിനക്ക് റൂം ഷെയർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാൻ തോന്നില്ല, കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് മാറി കിടന്നോളാം എന്നിന് അവനും പറഞ്ഞതോടെ നമ്മുടെ സിയും അടുത്തേക്ക് ചെന്നും കിടക്കും. എന്നിട്ട് അവളും കുറെ കോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുമ്പോഴാണ് ഇത് കണ്ട് ഷെന്നും സി നിനക്ക് തണുക്കുവാണോ, എന്തിനാ ഇത്രയും ഡ്രസ്സൊക്കെ മേളിൽ ഇട്ടേക്കുന്നത് എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും എനിക്ക് തണുക്കുന്നു, അതാ ഞാൻ എല്ലാം മറച്ചു വെച്ചേക്കുന്നത് എന്നിന് നമ്മുടെ ഷെന്നിനെ നോക്കാതെ അവളീ നെർവസ് ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും അവന്റെ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് നമ്മൾ സീക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവനെ അവളെ കണ്ടിട്ട് സി ഞാനൊരു സത്യം പറയട്ടെ, നീ ചെയ്യുന്നേ കണ്ട നീ ഒരു പെണ്ണാന്നേ പറയത്തുള്ളൂ എന്നിന് അവന് ഡൗട്ട് അടിച്ചതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാത്ത കമന്റിൽ പറയുക ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൽ കാണാം.